എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സഹായ പദ്ധതികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രാജ്യത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഏറെ സന്തോഷം പകരുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ വരികയാണ്. സ്ത്രീകൾക്ക് ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വായ്പയും ഇൻഷുറൻസ് പരിരക്ഷയും അടക്കം നൽകാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കി. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. എല്ലാ വർഷവും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നീക്കം. ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികളുമാകും ബജറ്റിൽ പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ഗ്രാമീണ സംരംഭങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കാൻ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ച ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പിലാക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണ്. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ജൻ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ഇൻഷുറൻസ് പ്ലാനുകളും കവറേജുകളും വർദ്ധിപ്പിക്കും. ഉയർന്ന ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാനും സർക്കാർ ആലോചനയുണ്ട്. നീതി ആയോഗ് നൽകിയ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തനരഹിതമായ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനുള്ള പദ്ധതികളാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായാണ് PMJDY അക്കൗണ്ടുകളിലൂടെ ഉടമകൾക്ക് ക്രെഡിറ്റ് കാർഡുകളും ഇൻഷുറൻസ് പരിരക്ഷയും നൽകാനുള്ള നീക്കം. രാജ്യത്തിന്റെ ഡിജിറ്റൽ സാമ്പത്തികാവസ്ഥയെ ശക്തിപ്പെടുത്താൻ PMJDY അക്കൗണ്ടുകളിലൂടെ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകളും വായ്പയും ലഭ്യമാക്കി സാമ്പത്തിക സാക്ഷരത വളർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് നീതി ആയോഗിന്റെ നിലപാടിൽ വ്യക്തമാക്കുന്നു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും സാമ്പത്തിക സേവനം ഉറപ്പുവരുത്തുന്നത് എന്ന് PMJDY സ്കീമുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സമൃദ്ധി കേരളം സംരംഭകത്വ വികസന വായ്പാ പദ്ധതി പ്രകാരം പട്ടികജാതി സംരംഭകർക്ക് സബ്സിഡിയോടുകൂടി 10 ലക്ഷം രൂപയുടെ ടോപ്പ് അപ്പ് ലോൺ ലഭിക്കുന്നതാണ്. ഇതിൽ 2 ലക്ഷം രൂപ പരമാവധി വരെ ലോണിന്റെ 20% സബ്സിഡിയോടുകൂടി വായ്പയിൽ ഇളവ് ലഭിക്കുന്നതാണ്. നിലവിലെ സംരംഭങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും നിലവിൽ കുടിശ്ശിക ഇല്ലാത്ത വായ്പകൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. അതായത് നിലവിൽ കുടിശ്ശികയില്ലാത്ത നിലവിലുള്ള വായ്പകൾക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അപേക്ഷ നൽകാം. പ്രായപരിധി 65 വയസ്സ് വരെയാണ്. വനിതകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും മുൻഗണനാ വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കും കേരള സംസ്ഥാന പട്ടിക വർഗ വികസന കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദ വിവരങ്ങളും നിങ്ങളുടെ സ്ഥലത്തെ ഓഫീസുമായി ബന്ധപ്പെടേണ്ട നമ്പറും ആദ്യ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് 8,52,223 സ്ത്രീകളാണ്. എന്നാൽ 33 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിലും മഞ്ഞ റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം കണക്കാക്കിയാണ് 33 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന് പറയുന്നത്. എന്നിട്ടും ഇതുവരെ 9 ലക്ഷത്തിന്, അതായത് 8 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അപേക്ഷ നൽകിയത്. അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. ആ തെറ്റിദ്ധാരണ ആദ്യം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ മറ്റാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ, അതായത് അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ മറ്റ് അംഗവൈകല്യം ഉള്ള ആളുകൾക്കോ വിധവകൾക്കോ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അതേ വീട്ടിലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളോ സർക്കാർ സഹായങ്ങളോ ഒന്നും ലഭിക്കാത്ത 35നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിന് അവകാശം ഇല്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും അപേക്ഷ നൽകാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, ജനപ്രതിനിധികളെല്ലാം ഇക്കാര്യത്തിൽ ഒരു ഗൗരവത്തിലെടുത്ത് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് ആരെങ്കിലും അപേക്ഷ നൽകാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒരു ബോധവൽക്കരണം നിങ്ങളുടെ വാർഡ് തലങ്ങളിൽ നടത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും
മറ്റുള്ള ആളുകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അതായത് വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ഒരു സഹായവും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്ന് ആരും കരുതരുത്. സ്വന്തമായിട്ട് മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് പദ്ധതിയിലേക്ക് അനർഹത ഉള്ളത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സർക്കാരിൽ നിന്ന് മറ്റു ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതുവരേക്കും ബൈ.